അങ്ങനെ ഇന്ന് നമ്മളെ ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു ട്ടോ. ഇത് ധരിക്കാന്റെ ഫാമിലിയാണ്. ഇപ്പൊ എല്ലാരും കൂടുമ്പോ ഒരു ട്രെൻഡ് ആണല്ലോ. ഏത് പാട്ടാണോ ട്രെൻഡ് ഉള്ളത് അത് റീൽസ് ഒക്കെ ചെയ്യല്. അപ്പൊ ഞങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചില്ല. അങ്ങനെ ഞങ്ങള് പ്ലാൻ ചെയ്തോണ്ടിരിക്കണേരുന്നു. നമ്മൾ യങ്സ്റ്റേഴ്സ് എല്ലാരും ഓക്കെയാണ് ട്ടോ. പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്. പക്ഷേ സീനിയേഴ്സിനാണ് കുറച്ച് പ്രശ്നം ഉണ്ടായത്. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഈ റീൽ വൈറലൊക്കെ ആയി പോയേനായിരുന്നു. കൺവിൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെ നോക്കി. പക്ഷേ ഞങ്ങക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് നല്ല കട്ടക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെറ്റായി ഞങ്ങൾ കുറച്ച് പേര് ഗോതയിലേക്ക് ഇറങ്ങിയിട്ടാ. പക്ഷേ സ്റ്റെപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആച്ചുക്കളിയും അന്യമോനുമാണ് ഞങ്ങളെല്ലാരെയും ഏകദേശമൊക്കെ ഓരോ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത്. പക്ഷേ ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളെല്ലാരും അത്യാവശ്യം നല്ല സിങ്കായി. അതിന്റെ ഇടയിൽ മഴയും പേമാരിയൊക്കെ വന്നു. പക്ഷെ ഞങ്ങക്കതൊന്നും വിഷയമായിരുന്നില്ല ട്ടോ. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡെഡിക്കേഷനുള്ള ആൾക്കാരായിരുന്നു. സ്റ്റെപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകും. ഒരു കണക്കിന് ഞങ്ങള് താഴെ പിടിച്ച് വരുമ്പത്തേക്കും മേളീത്തവര് പോയിട്ടുണ്ടാവും. മേളീത്തവര് സെറ്റായി വരുമ്പത്തേക്കും ഞങ്ങള് താഴെ പോയിട്ടുണ്ടാവും. പിന്നെ ക്യാമറാമാനും ഡയറക്ടറും എന്താ പറയാ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ഞങ്ങളെ കുടുംബത്തെ കൺട്രോളേഴ്സ് ആയോണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു നടക്ക് പോവാണ്ടായപ്പോ ഉണ്ടല്ലോ എല്ലാരെയും പിടിച്ച് താഴ്ത്തി നിർത്തി ഒരുമിച്ച് കളിപ്പിച്ചു. അപ്പൊ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും എന്റെ കയ്യിന്ന് പോയി. ഇത്രയും പേരെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ നല്ല പണിയുണ്ട് ട്ടാ. പക്ഷെ ഞങ്ങളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീൽസിന്റെ അവസാന ഘട്ടമാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തത്. ആദ്യ ഘട്ടം ഇപ്പൊ തുടങ്ങണുള്ളൂ. പിന്നെ ആച്ചുക്കളി മാത്രമായോണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടായില്ല. പിന്നെ ഞങ്ങള് സ്റ്റെപ്പിന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് സെറ്റ് ആയില്ല. എല്ലാരും തിങ്ങിക്കൂടി നിന്നിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവണില്ല. പിന്നെ എനിക്ക് അത് ദേഷ്യം പിടിച്ചിട്ടായിരിക്കാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ കളിക്കണം അല്ലെങ്കിൽ മാറിയിരിക്കണോന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ഹോളിലേക്ക് വന്ന് 2 സ്റ്റെപ്പ് ഇട്ടപ്പോഴത്തേക്കും അതങ്ങനെ ഓക്കെ. അങ്ങനെ റീൽസ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും ക്ഷീണിച്ചിട്ടാ. നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് അപ്പൊ ഇത് ധരിക്കാൻ എന്റെ ഫാമിലീനെ ഇനി ആരും കണ്ടില്ല എന്ന് പറയരുത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഫാമിലി. അപ്പൊ ഓക്കെ ബൈ.